ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇന്ന് ഒക്ടോബർ 14 വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിന് ഒരുക്കമായുള്ള ഈ തലേ ദിനത്തിൽ ഒക്ടോബർ 15 വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. തിരുസഭയുടെ വേദപാരംഗത, തിരുസഭയുടെ ധീരപുത്രി എന്നൊക്കെ പറയുമ്പോൾ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ സഫർ ഓർ ഡൈ, സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. പുണ്യവതി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ വിശുദ്ധി. ഒരു 67 വയസ്സിൽ അമ്മ ത്രേസ്യ പുണ്യവതി മരിക്കുമ്പോൾ 41 വയസ്സ് വരെ ഒരു ലൗകിക ജീവിതമായിരുന്നു. അതായത് ദൈവികമായ ആനന്ദം എനിക്ക് വളരെയേറെ ദൈവികമായവ എനിക്ക് ആനന്ദം നൽകി, എന്നാൽ ലൗകികമായവയാൽ ഞാൻ ചുറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അത്രമാത്രം പാപം ചെയ്ത് പാപദോഷത്തിൽ വീഴാതെ തന്നെ ഒരു ലോകത്തിൻ്റെ അരുവി, അതായത് ആത്മീയ ഉൾക്കാഴ്ചകൾ ഒന്നുമില്ലാത്ത ഒരു ആത്മീയ വരൾച്ചയുടെ ജീവിതം, മറ്റ് സുഖങ്ങളും സന്തോഷങ്ങളിലും ശ്രദ്ധ ചെലുത്തിയ ഒരു ജീവിതമായിരുന്നു. 47 വയസ്സ് മുതൽ പരിപൂർണ രൂപാന്തരീകരണം അല്ലെങ്കിൽ മാനസാന്തരം. ഇനി കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല, ഇനി എനിക്ക് ആത്മാവും മണവാളനുമായുള്ള ഐക്യം, അതിനാണ് ആഭ്യന്തര കർമ്മ്യം എന്ന പുസ്തകം എഴുതിയിട്ട് അതിൽ നമുക്കറിയാം 7 സദനങ്ങൾ, 1, 2, 3 സദനങ്ങൾ അസറ്റിക് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ 4, 5, 6, 7 മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. 1, 2, 3, 4 സദനത്തിലൊക്കെ ഒരു ആത്മാവ് ആ കർമ്മത്തിലേക്ക് കടക്കാനും കർമ്മത്തിൻ്റെ ഉള്ളറയിലേക്ക് 1, 2, 3 സദനത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. സ്വന്തം അധ്വാനവും പ്രയത്നവും അതുപോലെ തന്നെ ക്ഷുദ്ര ജീവികളുടെ ആക്രമണങ്ങളും ലോകം, പിശാച്, ശരീരം എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു ജീവിതം. അതുകൊണ്ട് ബാക്കിയുള്ള ദൈവ ഐക്യ ജീവിതത്തിലേക്ക്, ബാക്കിയുള്ള ഉന്നത സദനങ്ങളിലേക്ക് കടക്കാൻ ആത്മാവിന് സാധിക്കുന്നില്ല. ഒരു കർമ്മത്തോടാണ് അമ്മ ത്രേസ്യ പുണ്യവതി. കർമ്മത്തിലേക്കുള്ള വാതിൽ പ്രാർത്ഥനയും ധ്യാനവുമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരാൻ. ദൈവവുമായുള്ള നർമ്മ സംഭാഷണമാണ് പ്രാർത്ഥന. ഈശോയെ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നതല്ല പ്രാധാന്യം. അതേസമയം യേശുവിൻ്റെ അടുത്ത് ഇരിക്കലാണ്, ശാന്തമായിട്ട് നോക്കിയിരിക്കലാണ് പ്രാർത്ഥനയെന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. പുണ്യവതി പറയുന്നത് നമ്മൾ ഈ ഓരോ സദനവും കടന്ന് അവസാനം 7ാം സദനത്തിലെത്തിയുമ്പോൾ ആ ഉള്ളറയിലാണ് മണവാളൻ വസിക്കുന്നത്. അവിടെയാണ് മണവാളനും ആത്മാവും തമ്മിലുള്ള ഐക്യം, ഒന്നായി തീരാണ്. പിന്നെ വേറെ ഒരു ചിന്തയുമില്ല, സർവവുമായ ദൈവം മാത്രം മതി, യാതൊന്നും എന്നെ അലട്ടുന്നില്ല എന്നൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ സിസ്റ്റർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ ധ്യാനത്തിൻ്റെ തലേദിവസമൊക്കെ ഓപ്പറേഷത്തിന് വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരൻ സഹോദരിക്ക് വരാൻ പറ്റില്ല എന്ന് പറയും. അല്ലെങ്കിൽ കുർബാനയ്ക്ക് വരുന്ന അച്ഛൻ തന്നെ പറയും എനിക്ക് 2-3 ദിവസങ്ങളിൽ പറ്റില്ല. അങ്ങനെ നമ്മളെ സഹായിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ ഇങ്ങനെ ആ ധ്യാന ദിനങ്ങൾക്ക് മുൻപ്, അതുപോലെ വലിയൊരു അഭിഷേകവും ധ്യാനവും നടക്കാൻ പോകുന്നതിന് മുൻപ്, ഇപ്പോൾ ഏതെങ്കിലും ഇടവകളിലേക്ക് സിസ്റ്റർ ധ്യാനത്തിനായിട്ട് ദൂരേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഒരുപാട് തകർച്ചകൾക്കുള്ള ഓരോ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾ ഒരു തളരണ അവസ്ഥ വരും. അതായത് എന്തിനാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത. പക്ഷെ തൽക്ഷണം പരിശുദ്ധാത്മാവ് ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, ശക്തി ആവസിക്കുന്നൊരവസ്ഥ നമ്മളിലേക്ക് കടന്നു വരും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് നാളെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വിശുദ്ധ അമ്മ ത്രേസ്യ ധ്യാനത്തിൻ്റെ ഗുരുനാഥ, പ്രാർത്ഥനയുടെ ഗുരുനാഥ, അതുപോലെ തന്നെ അൽഫോൻസമ്മ, എവുപ്രാസ്യമ്മ, മറിയം ത്രേസ്യമ്മ, കുഞ്ഞച്ചൻ, ഇവരെ പോലെയുള്ളവരുടെ നിറയെ രോഗങ്ങൾ അമ്മ ത്രേസ്യ പുണ്യവതിക്കുണ്ടായിരുന്നു. അമ്മ ത്രേസ്യ പുണ്യവതിയെ പറയാം ശക്തമായ തലവേദന എപ്പോഴും. അപ്പം തലവേദനക്കാരുടെ മധ്യസ്ഥ എന്നാണ് അമ്മ ത്രേസ്യ പുണ്യവതിയെ പറയാറ്.
അപ്പം അത്രമാത്രം ഇത്രയും രോഗങ്ങളായിട്ട് പിന്നെ പിശാച് തട്ടിയിട്ട് കൈയും കാലും ഒടിക്കുക, അങ്ങനെ കോണിമ തട്ടിയിടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭഗ്നാശയാകാതെ നിരാശയാകാതെ മുന്നോട്ട് പോയി ഒരുപാട് മഠസ്ഥാപനങ്ങൾ, സ്വന്തം അധികാരികളിൽ നിന്ന് തന്നെ ഒരുപാട് വിഷമങ്ങൾ, രാഷ്ട്രീയ അധികാരികളിൽ നിന്ന് വിഷമങ്ങൾ, ഇവിടെ മഠം സ്ഥാപിക്കേണ്ട, ഈ മഠത്തിൽ നിന്ന് അമ്മ ത്രേസ്യയും മക്കളെ ഈ മഠം വിട്ട് പോകണം എന്ന് ആ നാട്ടുകാരും ദേശക്കാരും പറഞ്ഞിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, തിക്താനുഭവങ്ങൾ, മദറായിട്ട് വന്നിട്ട് തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് അംഗീകരിക്കുക, കുറച്ച് പേര് അംഗീകരിക്കുക, കുറച്ച് പേര് അംഗീകരിക്കാനാവാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പുണ്യവതി മോട്ടോ ആത്മ വാക്യമായിട്ട് ആപ്തവാക്യമായിട്ട് എടുത്തത് സഫർ ഓർ ഡൈ, സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാളെ അമ്മ ത്രേസ്യ പുണ്യവതി തിരുനാൾക്ക് വിശുദ്ധ കുർബാനയിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഓ പുണ്യവതി, 4-ാം സദനത്തിലെങ്കിലും എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ 7-ാം സദനത്തിലെ ഒരു സ്പിരിച്വൽ മാരേജ്, മിസ്റ്റിക് എക്സ്പീരിയൻസ് ആകാൻ, ഞങ്ങളെ വിശുദ്ധരാകാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.